കുട്ടിക്കാലത്ത് ഇതുപോലുള്ള റാലി റേസുകൾ നമ്മളെ വളരെയധികം ത്രസിപ്പിക്കുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ ഇതുപോലുള്ള കായിക ഇനങ്ങൾക്ക് അത്രയധികം പ്രാധാന്യം ലഭിക്കാറില്ല. അപ്പോഴും ഒരു പാലക്കാട്ടുകാരനുണ്ട്. ഏകദേശം 8 വർഷത്തിലധികമായി ഈ കാറിൽ കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തുമൊക്കെ റാലി റേസുകളിൽ കുതിപ്പ് നടത്തുന്നു. ഇന്നത്തെ നമ്മുടെ കുതിപ്പ് ആ ചെറുപ്പക്കാരനൊപ്പമാണ്. ഫാബിത്. മിഡിൽ ഈസ്റ്റ് റാലി ചാമ്പ്യൻഷിപ്പ് എന്ന് പറയും. FIA ഇവൻ്റാണ്. നമ്മുടെ മിഡിൽ ഈസ്റ്റ് കോണ്ടിനെൻറ്റിൻ്റെ ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൻ്റെ ഫസ്റ്റ് റൗണ്ടാണ് ഈ ഖത്തറിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിലാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ കാണുമ്പോൾ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളൊന്ന് പറയാമോ? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ റോൾ കേജ്, ഈ കാണുന്ന പൈപ്പുകളാണ് ഏറ്റവും വലിയ ചേഞ്ചസ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ഒരു വണ്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഒരു ക്രാഷിൻ്റെ സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ഡ്രൈവറിനെയും കോ ഡ്രൈവറിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് വന്നിട്ടുള്ളതാണ്. അതിലുപരി പിന്നെ നമ്മൾ ഈ നോക്കിക്കഴിഞ്ഞാൽ ഈ സീറ്റ് ബെൽറ്റ്സ് ഡിഫറെൻ്റ് ആണ്, സീറ്റ് ബെൽറ്റ്സ് ഡിഫറെൻ്റ് ആണ്, സ്റ്റിയറിംഗ് ഡിഫറെൻ്റ് ആണ്, ഹൈഡ്രോളിക് ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്, അതുപോലെ ക്ലോസ് റേഷ്യോ ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഇതെല്ലാം മോർ ദാൻ സേഫ്റ്റി പെർഫോമൻസിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ പലപ്പോഴും ഇതിൻ്റെ റാലി റേസുകളുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ ഇപ്പം അടുത്തൊരു കോ ഡ്രൈവർ ഉണ്ടാവും, അദ്ദേഹം ടെറൈനെ പറ്റിയൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അത് ഈ ഡ്രൈവിങ്ങിന് അത് എത്രമാത്രം സഹായകമാണെന്ന് നമുക്കറിയില്ല, പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അത് എത്രമാത്രം സഹായകമാണ്? കോ ഡ്രൈവർ ഈസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കിപ്പോൾ ഒരു റാലി സ്റ്റേജിൽ അൺലൈക്ക് ട്രാക്ക് റേസിങ്, നമ്മൾ റോഡ് എപ്പോഴും സെയിം റൂട്ടിൽ 15 laps അല്ലെങ്കിൽ 20 laps അങ്ങനെയല്ല. വി ഡു ഫ്രം പോയിന്റ് A ടു പോയിന്റ് B. അപ്പോൾ ഈ റോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ കോ ഡ്രൈവറാണ് നമ്മൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഈ റാലിയുടെ മുന്നേ ഇത് പോയിട്ട് പ്രാക്ടീസ് ഇറക്കി എന്ന് പറയും. ആ റെക്കഗ്നൈസൻസിൽ നമ്മൾ പോയി ഈ റോഡിന് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കി കോ ഡ്രൈവർ അത് തിരിച്ച് വായിച്ചു തരുന്ന ആ ഡിസ്ക്രിപ്ഷൻ്റെ ബേസിലാണ് നമ്മൾ ഈ കാർ ഇത്ര സ്പീഡിൽ ഇങ്ങനത്തെ ട്രാക്കിൽ ഓടിക്കാൻ പറ്റുന്നത്. ഏറ്റവും വലിയ ചലഞ്ച് എന്നുള്ളത് നമ്മൾ റാലിയിൽ ഫേസ് ചെയ്യുന്ന ടെറൈനുകളാണ്. നമുക്ക് ഗ്രാവൽ ഉണ്ടാവാം, ടാർമാക്ക് ഉണ്ടാവാം. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ടെറൈൻസിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതിലാണ് ഒരു റാലി ഡ്രൈവറിൻ്റെ ഏറ്റവും വലിയ കഴിവ്. AB മുകേഷിനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗോകുൽ VS തന്നെ ചേരുകയാണ്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഗോകുൽ, ഈ ഫാവിദ് അഹമ്മദ് പാലക്കാട്ടെ മൺപാതകളിലൂടെയൊക്കെ കാർ റേസിംഗ് നടത്തിയിട്ടാണല്ലോ ഈ ഖത്തർ ഇന്റർനാഷണൽ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു ഒരുക്കത്തെക്കുറിച്ചും ആ ഒരു താല്പര്യം ഉണ്ടായതിനെ കുറിച്ചും ഒക്കെ കുറെ കാര്യങ്ങൾ ഗോകുലിനോട് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ, അതെന്തൊക്കെയാണ്? മോട്ടോർ സ്പോർട്ടുകളൊക്കെ വളരെയധികം നമ്മളെ ഹരം കൊള്ളിക്കുന്നതാണ്, ഈ പ്രത്യേകിച്ച് ഈ റാലി റേസുകളൊക്കെ. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിലൊന്നും അതിന് അത്രമാത്രം ആരാധകരില്ല. വളരെ കുറച്ച് പേര് മാത്രമേ ഇതിനെ ശ്രദ്ധിക്കുന്നതും കാണുന്നതൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ വളരെയധികം ത്രില്ല് ചെയ്യിപ്പിക്കുന്ന ഒരു മത്സരം കൂടിയാണ്. ഫാവിദ് ഏകദേശം 8 വർഷമായി ഈ ഒരു മേഖലയിൽ തിളങ്ങുന്ന ഒരു താരമാണ്, പാലക്കാടുകാരനാണ്. ഇത്തരത്തിൽ ഇൻ്റർനാഷണൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഖത്തറിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ റാലി റേസിലാണ് ഇപ്പോൾ ഫാവിദ് പങ്കെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ ചെന്ന് ഫാവിദ് പരിശീലനം നടത്തുന്ന സ്ഥലത്തൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ വളരെയധികം രസം പിടിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പരിശീലനവും കാര്യങ്ങളൊക്കെ. അടുത്ത മാസമാണ് ഈ മത്സരം നടക്കുന്നത്. അന്ന് മറ്റൊരു വാഹനത്തിലാണ് ഫാവിദ് മത്സരത്തിൽ പങ്കെടുക്കുക. ഏകദേശം 8 വർഷത്തിലധികമായി ഇതിനോട് പാഷനായിട്ട് നടത്തുന്നു ഈ ചെറുപ്പക്കാരനത് ചെയ്യുന്നു എന്നുള്ളത്. പ്രത്യേകിച്ചും പാലക്കാട് ഇങ്ങനെ ഒരു താല്പര്യമുള്ള ആളുകളൊക്കെ ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഫാവിദ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തൻ്റെ പാഷനെ ചേസ് ചെയ്യുകയാണ് ഫാവിദ്. അത് വളരെ വേഗത്തിൽ ഇത്തരത്തിൽ റാലി
റേസിൽ പങ്കെടുക്കുക, അതിൽ പറ്റാവുന്ന മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക, അതിൽ വിജയിക്കുക എന്നുള്ളതാണ് ഫാബിദിൻ്റെ സ്വപ്നം. ഈ ഒരു കാറും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഫാബിദിൻ്റെ ജീവിതം. അപ്പോൾ ഫാബിദിൻ്റെ വളരെ വലിയൊരു സ്വപ്നമാണ് ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ ഉള്ള പ്രൈസുകളൊക്കെ. അപ്പോൾ ഫാബിദ് അതിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കും ആ ഒരു ഫാബിദിനെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം. കാരണം വളരെ ചെറുപ്പക്കാരൻ, 28 വയസ്സ് കഴിഞ്ഞിട്ടുള്ളപ്പോൾ അതിനുള്ളിൽ തന്നെ ഇത്രയധികം അച്ചീവ്മെൻറ്റുകളൊക്കെ നേടാൻ കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഈ മത്സരം കാണുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രാക്ടീസൊക്കെ കാണുമ്പോൾ നമുക്കും ശരിക്കും ത്രില്ലടിക്കും. കാരണം ആ കാറൊക്കെ കറങ്ങി മണ്ണൊക്കെ തെറിപ്പിച്ച് ഇങ്ങനെ വരുന്ന ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കും കോരിത്തരിക്കുന്ന രീതിയിലേക്കാണ്. പക്ഷേ ഇതിൻ്റെ സുരക്ഷിതൊക്കെ ഫാബിദ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ പറഞ്ഞു തന്നില്ല. എത്രമാത്രം സുരക്ഷിതമായിട്ടാണ് ഇവർ ആ വാഹനം ഓടിക്കുന്നത്. ആ ട്രാക്കിലേക്കൊന്നും ആരും വരില്ല, അത്രയധികം സുരക്ഷിതമായൊരു ഗ്രൗണ്ടിലാണ് പോകുന്നത്. ഫാബിദ് ഇതൊക്കെ കഴിയുമ്പോൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, ഈ വേഗമൊന്നും ഒരിക്കലും ഞങ്ങളാരും റേസർമാരും റോഡിൽ ഉപയോഗിക്കില്ല. റോഡിൽ വളരെ സുരക്ഷിതമായി അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വളരെ പതുക്കെയാണ് ഓടിക്കുക. ട്രാക്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള അവരുടെ സ്കില്ല് കാണിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള റേസിങ്ങളൊക്കെ നമ്മളെ വളരെയധികം ഹരം കൊള്ളിക്കുന്നതാണ്, വളരെയധികം രസകരമാണ്. ഇത് കാണുന്നവർക്ക് കൂടി ഒരു കാര്യം കൂടി പറയാനുള്ളത്, റോഡിൽ ഒരു കാരണവശാലും വളരെ വേഗത്തിൽ ഓടിക്കുകയോ അല്ലെങ്കിൽ നിയമം തെറ്റിച്ച് ഓടിക്കരുത്. അത് ഫാബിദും പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ